Hello. Oh, okay. Are you from India? Yeah, India. It's a Hindi song? Yes. Yeah. Yeah. Are you Yeah. a vlogger or? Yeah, vlogger, travel vlogger. 1 million. 1 million. Oh. -30 നിൽക്കുന്ന പശുക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നമ്മള് ലേക്ക് ബൈക്കിലോട്ട് ഇറങ്ങി. ഇത് കണ്ട ഇവിടെ അധികം ആഴമില്ല, താഴെ കാണാം, അടിഭാഗം കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് നമ്മൾ സൈബീരിയയിലൂടെ ഒരു ദീർഘ യാത്ര നടത്താൻ പോവുകയാണ്. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ -30. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ലേക്ക് ബൈക്കിൽ, ലോകത്തിലെ ഏറ്റവും പഴയതും ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയതുമായിട്ടുള്ള തടാകമാണ് ലേക്ക് ബൈക്കൽ. അപ്പോൾ ഈ ലേക്ക് ബൈക്കലിൻ്റെ നടുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയൊരു ഐലൻഡ്, ഓൾക്കോൺ ഐലൻഡ് എന്ന് പറയും. അവിടുത്തെ ഒരു പ്രധാന ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, ഗുസീർ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടാണല്ലോ. അപ്പോൾ ഈ ഗുസീറിൽ നിന്ന് തുടങ്ങുന്ന യാത്ര എത്തി നിൽക്കുന്നത്, അവസാനിക്കുന്നത് യാക്കുസ്ക് എന്ന് പറയുന്ന സൈബീരിയയിലെ മറ്റൊരു നഗരത്തിലാണ്. ഈ യാക്കുസ്കാണ് ലോകത്തിലെ ഏറ്റവും തണുത്ത സിറ്റി. -64 അവിടുത്തെ ടെമ്പറേച്ചർ. നോർമൽ ടെമ്പറേച്ചർ -40 വിൻ്ററിൽ. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. അവിടുത്തെ കാഴ്ചകളൊക്കെ വരും എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന യാത്ര എന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്ന് ഈ ഗുസീർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇർക്കുസ്കിലേക്ക് കഴിഞ്ഞ ദിവസം വന്ന പോലെ നമ്മുടെ മിനി വാൻ ഉണ്ട്, അതിൽ യാത്ര ചെയ്യുന്നു. ഇർക്കുസ്കിൽ നിന്ന് നമ്മളൊരു വിമാനം എടുത്ത് യാക്കുസ്കിലേക്ക് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വഴിയെ കാണാം. ഏതാണ്ട് 2200 കിലോമീറ്റർ നീണ്ട യാത്രയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. റോഡ് മാർഗ്ഗമാണെങ്കിൽ ഏതാണ്ട് 3500 കിലോമീറ്റർ വരെ ഓടാം. നമ്മളിത് ഫ്ലൈറ്റും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ കിടിലൻ യാത്രയാണ്. ഇതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ കാണാം. പിന്നെ നമ്മൾ താമസിച്ച ഹോട്ടലാണ് ഈ കാണുന്നത്, ഇവിടെ ഗുസീറിലുള്ളത്. ഇവിടുത്തെ റേറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു 2000 വെച്ചാണ് മേടിച്ചത് ഒരു ഡേ. പക്ഷേ ഫുഡിന് 2 ദിവസത്തെ കണക്ക് നോക്കുമ്പോൾ 3000 റൂബിളായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാഴ്ചകൾ. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം 12:30. നമ്മൾ ഓൾറെഡി തന്നെ ഇർക്കുസ്കിൽ നിന്ന് നമ്മുടെ മിനി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ ഓണർ അത് വിളിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് വണ്ടി പിക്ക് ചെയ്യും 1 മണിക്ക്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആ വണ്ടി കയറി. പിന്നെ കഴിഞ്ഞ ദിവസം വന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലോ, ആ ലേക്ക് ബൈക്കിൽ ക്രോസ് ചെയ്ത സീനൊക്കെ. അതും കഴിഞ്ഞ് ഇർക്കുസ്കിൽ പോകുന്നു. ഇർക്കുസ്കിൽ നമ്മൾ ഒരു ദിവസം സ്റ്റേ അടിച്ചിട്ട് നാളെയാണ് അവിടുന്ന് ഫ്ലൈറ്റ് ഉള്ളത്. ഫ്ലൈറ്റ് എടുക്കാൻ പെട്ട പാടും അതിൻ്റെ ബുദ്ധിമുട്ട്, ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത്, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണ വെബ്സൈറ്റുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. അതുപോലെ യാക്കുസ്കിൽ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട വീഡിയോ ആണ്. യെസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഫുള്ള് മഞ്ഞ് വീണ് കിടക്കാണ്, നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ രാവിലെ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് പയ്യാണ് എണീറ്റ് വന്നത്. കാരണം ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല കയ്യിലെ മരവിപ്പും തലക്കൊക്കെ ഒരു മരവിപ്പുണ്ടായിരുന്നു. ആ തണുപ്പത്ത് നമ്മൾ ഓവറായിട്ട് ചെറുതായിട്ട് എക്സ്പോസൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രശ്നം വന്നത്, പ്രത്യേകിച്ച് കൈക്ക്. അതിൻ്റെ പെയിൻ എനിക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടാവും. ഒരു കാരണവശാലും കൈ എക്സ്പോസ് ആവരുത്. എന്തെങ്കിലുമൊക്കെ ഇട്ട് കവർ ചെയ്തോളാം. പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സിങ് ഇല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ രാവിലെയും ഉച്ചക്കത്തേക്കും കൂടി ചേർത്തിട്ട് ഒരു 12 മണിയായപ്പോൾ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തത്. കഫേയാണ് ഈ നമ്മുടെ ഹോട്ടലിൽ തന്നെയുള്ള. അപ്പോൾ കുറേ പല ടൈപ്പ് വിഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഡ്രാനിക്കി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അപ്പോൾ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതിനകത്ത് പൊട്ടറ്റോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് ഞാൻ 600 റേറ്റ് വന്നത്. അപ്പോൾ ഞാനത് കഴിച്ചു. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു തരം അപ്പം പോലെ ഇരുന്നേച്ച്. പിന്നെ കുറച്ച് ഫിഷ്, അതായത് ആ ഫിഷ് ഇത്തിരി പച്ച മാംസം പോലെയാണ് ഇരുന്നച്ചാൽ, പക്ഷെ വലിയ കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഇന്ന് രാവിലെ അല്ല ഉച്ചക്കും ബ്രഞ്ചായിട്ട് കഴിച്ചത്. ഇനി നമുക്ക് പോകുന്ന വഴിയെ കഴിക്കാമല്ലോ. അപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഒരാളുണ്ട്, നോക്കി. ഹലോ, അപ്പോൾ തന്നെ ഓടിയാ വാങ്ങട്. അങ്ങനെ എന്നെ പരിചയമില്ലെന്ന് തോന്നുന്നു. ഈ മൈനസ് ടെമ്പറേച്ചറിലും ജീവിക്കാനുണ്ടല്ലേ. വാങ്ങട്, കടിക്കോ? അയ്യോ, ഒച്ച ഉണ്ടാക്കണ്ടല്ലോ, പണിയാവും. അതിന് ഇഷ്ടപ്പെട്ടില്ല നമ്മളെ. അപ്പോൾ സമയം 1 മണി. നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അയ്യോ ഇതെങ്ങാനും പോയി വെച്ചെങ്കിൽ പണി വാളിയാണ്. പോക്കറ്റിലിട്ടതാ, തെറിച്ചു പോയി. ഓക്കെ,
നൈസ് ടു മീറ്റ് യു. നൈസ് to meet you too. ഗുഡ് സ്റ്റേ. Have a good താങ്ക് യു road. സോ മച്ച്. Have a good ബൈ. Bye. യെസ്. ഈ വണ്ടിയിലാണോ പോണത്? അത് കുറച്ച് ദൂരം വരെ ഉള്ളൂ. ടൗൺ വരെ ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ. യാ, ഇതിനകത്ത് ഹെവി മ്യൂസിക് സിസ്റ്റവും സംഭവമൊക്കെ ഉണ്ട്. അടിപൊളി പാട്ടൊക്കെ വെച്ചാണ് നമ്മൾ യാത്ര ചെയ്യണം. കണ്ട മഞ്ഞ് വീണ വഴികൾ. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു കൊച്ചു ഗ്രാമം. എന്തായാലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ, സൈബീരിയയിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കൂടി വന്നോട്ടോ. നല്ല രസമുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യാം. പ്രത്യേകിച്ച് ലേക്ക് ബൈക്കലിൻ്റെ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഇത് കണ്ട നേരെ അപ്പുറത്ത് കാണുന്ന ലേക്ക് ബൈക്കലാണ്. അതിൻ്റെ അപ്പുറത്ത് മലനിരകളും ഒക്കെ കാണാം. നല്ല രസമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണല്ലോ. അപ്പോൾ ഈ വണ്ടിയിൽ പല സ്റ്റേകളിൽ നിന്ന് ആളുകൾ എടുത്തിട്ട് കൊണ്ടുപോകാൻ തോന്നണം. എങ്ങനെയാണ് എൻ്റെ പരിപാടി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് കുറച്ച് ഈ കയറുന്ന ആൾക്കാർ ഈ പുള്ളിക്ക് പൈസ കൊടുക്കുന്നുണ്ട്. നമ്മളിനി പൈസ കൊടുക്കേണ്ടി വരുമോ? നമ്മൾ ഓൾറെഡി കാശ് കൊടുത്താണ്. എന്താണ് ഇറങ്ങുമ്പോൾ അറിയാമല്ലോ. നോക്കാം. അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോണ്ടല്ലോ, ഇവിടെ നോക്കി ഇത് കണ്ടോ -30 നിൽക്കുന്ന പശുക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. ഇത് വേറൊരു ടൈപ്പ് തന്നെയാണെന്ന് തോന്നുന്നത്. കാരണം മേല് മൊത്തം വലിയ രോമങ്ങളാണ്. കണ്ടോ, നമ്മുടെ അവിടെ കാണുന്നേക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട്. നിറച്ച് രോമം. കാരണം ഈ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കണ്ടേ. അപ്പോൾ ഇവിടുത്തെ ഒരു ഇനം പശുക്കളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ പോസ്റ്റിലൊക്കെ വരച്ചുകൊണ്ട് നിൽക്കുകയാണ്. -30 നിൽക്കുന്ന പശു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളി. അങ്ങനെ ഈ ഒരു ഓൾക്കോൺ ഐലൻഡിലെ ഗുസീർ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് നമ്മൾ വിട പറയുകയാണ്. നമ്മുടെ വണ്ടിയിൽ കുറച്ച് പേരും കൂടി കയറിയിട്ടാ. പല സ്റ്റേകളിൽ നിന്ന് ആളുകളെ എടുത്തു. അങ്ങനെ ഒന്നിച്ചാണ് പോകുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ സ്റ്റേയിൽ നിന്ന് ഈ ഒരു വണ്ടി കയറിയിട്ട് ടൗണിലോട്ട് എത്തിച്ച് കഴിഞ്ഞ ദിവസം വന്ന പോലെ ബസ്സിൽ എല്ലാവരും കൂടി കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ ഒരു വണ്ടി തന്നെയാണ് നമ്മളെ അങ്ങോട്ടേക്ക് എത്തിക്കണേ, ആ ഒരു പോയിന്റിലോട്ട് എത്തിക്കണേ. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ നമുക്ക് ലേക്ക് ക്രോസ് ചെയ്ത് വേണം പോകാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് പരിപാടി എന്നൊന്നും അറിയത്തില്ല. എന്തായാലും പോകുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്. ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കാണാൻ പറ്റിയില്ല. കാരണം ആ ബസ്സിൽ ഇങ്ങനെ തിങ്ങിക്കൂടിയൊക്കെ ഇരുന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഓൾക്കോൺ ഐലൻഡിലെ ഗുസീറിൽ നിന്ന് പോകുന്ന റൂട്ട്. നമുക്ക് ലേക്ക് ബൈക്കലിൻ്റെ കാഴ്ചകളൊക്കെ സൈഡിൽ കാണാം. ഫുള്ള് ഫ്രീസായിട്ട് നിൽക്കുകയാണ്. അതുപോലെ ഈ റോഡ് അത്ര നല്ല റോഡൊന്നും അല്ല കേട്ടോ. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു മണ്ണ് റോഡാണ്. ടാറൊന്നും കാര്യമായിട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി പണിയാൻ പോകുന്നുള്ളോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇതുപോലത്തെ ഒരു റോഡാണ്. ഭയങ്കര കുടുങ്ങി വേണം നമുക്ക് യാത്ര ചെയ്യാൻ. എന്നാലും ഈ ചേട്ടൻ 100-100 വണ്ടി വിടുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി നേരത്തെ എത്തുമായിരിക്കും. കാരണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് കഴിഞ്ഞ ദിവസം വന്നല്ലോ. അപ്പോൾ അത് 1 മണിക്കൂർ കൊണ്ടാണ് ആ ബസ്സിൽ, ചെറിയ മിനി ബസ് ആണല്ലോ, അത് 1 മണിക്കൂർ കൊണ്ടാണ് എത്തിയത്. പക്ഷേ ഈ വണ്ടി ഇത്രയും സ്പീഡിൽ പോകുന്ന സ്ഥിതിക്ക് മിക്കവാറും 1/2 മണിക്കൂർ കൊണ്ടോ 3/4 മണിക്കൂർ കൊണ്ടോ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഗുസീർ ഗ്രാമമൊക്കെ കണ്ടു. അവിടുത്തെ കാഴ്ചകളും ലേക്ക് ബൈക്കുകളിലെ കാഴ്ചകളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പൊളിയായിരുന്നു, രക്ഷയില്ല. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസും കിട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര അവസാനിച്ച് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ ഒരു റൂട്ടിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇനി നമ്മൾ നേരെ ആ ഒരു കടക്കാനുള്ള ഭാഗത്തോട്ട് എത്തും. ഹലോ, ഐ ആം ഫ്രം ഇന്ത്യ. India. Yeah, India. You are from? here. So far from the India. China. China. Thank you. Yeah, hello. Look. Oh, it's 5, it's 6. Chinese candy. Oh, thank you. 我看了他 Yes, 知道 nice. 一首非常有名的歌在中国。 Do you know a famous Indian song in China?皮古里胡呀哈文。 Oh, Can you Do you know? see it? it's a Hindi song? Yeah. Yeah. Yes, very famous song in China. Oh, very famous. Yes, very famous. Sing. Yeah. Ki 皮古里胡呀哈文。滴啦哒哒哒哦啦嘞。 Yeah. Wow, nice. Wow, wonderful. Nice, guys. You are where in China? Yes. Yes. Huh? Where in China? We're in China. Yeah. Beijing, Shanghai, So many places in Shanghai. China. Yeah. Do you know Xi'an? Xi'an. Do you know Xi'an? Xi'an, yeah, I know. That terracotta army, that area, right? Yes. Yeah, I know. I 2 times visit. Actually, I'm coming from China here. Manshuli, From China Harbin. to here? Yeah, Harbin. Beijing, Harbin, Manshuli, then here. Yeah. 满洲里过来。 Wow. അപ്പോൾ അങ്ങനെ കുറച്ച് ചൈന ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആക്ച്വലി ആം എ ട്രാവൽ വ്ളോഗർ ഫ്രം ഇന്ത്യ. ഓക്കെ. 难怪刚刚唱的。 കുറേ പേര് വന്നല്ലോ. Are you from India? Yeah, India. Oh, okay.
Yeah. Solo. Yeah, solo travel. Yeah. How long will you stay here? Here. Stay Russia? Russia, it's almost 20 days. Are you Yeah. a vlogger or Yeah, vlogger, travel vlogger. in YouTube? YouTube, Instagram? YouTube, Instagram, Facebook. Wow. So, 我们上电视了吗？ 3, 2, 1. Yeah. Okay. Yes. Have a nice trip. High Have a five. nice trip. Okay. So where is the next station? Irkutsk and Yakutsk. Irkutsk. Yeah. In city, right? Yeah, city. Oh. Yeah. Okay. Okay, bye. See you. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് ചൈനക്കാരെ കണ്ടാണ്. ഇവിടെ ഒരുപാട് ചൈനക്കാർ വരുന്ന സ്ഥലമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്ന ഒരുപാട് ചൈനീസ് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇവിടെ എത്തിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. എങ്ങനെയാണ് പോണതെന്ന് അറിയത്തില്ല. വണ്ടി ഒരെണ്ണം വരണ്ട്. ഇവിടെ ഒരു ബോട്ട് ഐസിൽ ഉറഞ്ഞു പോയേക്കണ്. അയ്യോ, ഇത് കണ്ട, ഒരു ബോട്ട് ഐസിൽ ഉറഞ്ഞു പോയേക്കണ. അത് എന്തോ കണക്ഷനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത് കണ്ട, എന്തോ ഒരു വയറ്, എനിക്ക് തോന്നുന്നു ഇലക്ട്രിസിറ്റി ആണെന്ന് തോന്നുന്നു. അതിങ്ങോട്ട് വയറ് ആ ബോട്ടിലോട്ട് ഇട്ട് കൊടുത്തേക്കണം. കണ്ട, ഉറഞ്ഞു പോയിട്ടോ അവിടെ. ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന അതേ സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ബസ്സിൽ കയറി പോയത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ തിരിച്ചും പോകുന്നത്. നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഇവരും നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി കയറി അങ്ങ് പോയാൽ മതി. അവർക്ക് പൈസ കൊടുക്കണം കേട്ടോ. ഇത് സെപ്പറേറ്റ് ആണ്. നമ്മുടെ ഈ ഒരു വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ അതിൽ പെട്ടതല്ല, സെപ്പറേറ്റ് കൊടുക്കണം. ഇങ്ങോട്ട് വന്നപ്പോൾ 750 മേടിച്ചത്. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, നോക്കാം. താങ്ക് യു. ഇവിടെ ഭയങ്കര സീനാണ്. ഈ സാധനം ഭയങ്കരമായിട്ട് തെന്നും. ഇപ്പം നമ്മൾ ലേക്ക് ബൈക്കിലോട്ട് ഇറങ്ങി. ഇത് കണ്ട, ഇവിടെ അധികം ആഴമില്ല, താഴെ കാണാം, അടിഭാഗം കാണാൻ പറ്റുന്നുണ്ട്. ഈ സ്നോയിൽ കൂടി നടക്കണം, എന്നാലേ തെന്നാണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വാഹനം. ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതിൽ 1.5 വാഹനമുണ്ട്. ഇത് എത്ര കണ്ടാലും മതിയാവണില്ല. ഈ വണ്ടി ഒന്നും കാണാക്കുന്നുണ്ട്. പുറകിലൊരു പങ്ക കിടന്നിങ്ങനെ, ഫാൻ കിടന്നിങ്ങനെ കറങ്ങേ. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റിലാണ് ഇത് പോണേന്ന് തോന്നുന്നു. റഷ്യയുടെ ഫ്ലാഗൊക്കെ ഉണ്ട്. വാവ്, എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് ഒന്നും മനസ്സിലാവണല്ലോ. ഇത് ഐസായതുകൊണ്ടേ ഇങ്ങനെ തെന്നി അങ്ങ് പൊക്കോളും. അതിൻ്റെ അടിഭാഗത്ത് എന്താണ് സെറ്റപ്പ് എന്ന് അറിയത്തില്ല. ഇത് നോക്കി, അയ്യോ, ഞാൻ വിചാരിച്ച് പൊട്ടി താഴെ പോകുന്നു. എൻ്റെ എന്താണിത്, ഇത് വേണ്ട. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കയറാണ്. ഹൈ, യെസ്, കുനിഞ്ഞ് വേണം കയറാനായിട്ട്. ഹലോ, അയ്യോ. How many followers are you having? 1 million. 1 million. Yeah. Oh, 1 million in. അപ്പോൾ നമ്മുടെ വെഹിക്കൽ ലേക്ക് ക്രോസ് ചെയ്യാണ്ട വണ്ടി പുറപ്പെട്ടു. ആടാ, യെസ്, ഏതാണ്ടൊരു 1 മിനിറ്റ് 1.5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇവിടെ എത്തോട്ടാ. മാക്സിമം പോയി 2 മിനിറ്റ്. അപ്പോൾ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി പുറത്തോട്ട് ഇറങ്ങട്ടെ. കാശ് എത്രയെന്ന് നോക്കട്ടെ. എത്ര റേറ്റാണ് മേടിക്കണേന്ന് അറിയത്തില്ല, നോക്കാം. ഞങ്ങൾ എന്തായാലും ഇവിടെ എത്തി. എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പെട്ടിയൊക്കെ മുകളിൽ വെക്കാം കേട്ടോ. അപ്പോൾ പെട്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളക്കുപ്പി പോയതാണ്. ഇത് കണ്ടോ, എന്താണല്ലേ ഇവിടെ ഒക്കെ ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്നത്, മൊത്തം ഐസേ. ഇവിടെ വേറെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. നമുക്ക് പോകാനുള്ള വണ്ടി മിക്കവാറും അവിടെ കാണുമായിരിക്കും, നോക്കാൻ പോയിട്ട്. അവിടെ കിടപ്പുണ്ട് ഒരു വണ്ടി, അതായിരിക്കും. അപ്പോൾ പയ്യെ ഇറങ്ങുകയാണ്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു. ഇറങ്ങി. ഇതുണ്ടോ, മൊത്തം ഐസാണേ. അപ്പോൾ നമ്മൾ ഇവിടെ പൈസ കൊടുത്തു 750. നമ്മുടെ കയ്യിൽ നിന്ന് 750 മേടിക്കണം. പലയിടത്തും പല റേറ്റൊക്കെയാണ് മേടിക്കണം. ചിലയിടത്ത് 500 മേടിക്കും. ലോക്കലാണെങ്കിൽ ചിലപ്പോൾ അതിൽ കുറച്ച് മേടിക്കും. ഒന്നും പറയാൻ പറ്റില്ല, അതൊക്കെ ഡിപ്പെൻസ്. ഇത് കണ്ടോ ഐസ് നോക്കി, എന്താ വന്നോ. നമ്മൾ കുറേ ഐസ് കണ്ടതാ. അപ്പോൾ നേരെ ഇനി വണ്ടി കയറാൻ പോവാം. അപ്പോൾ ഇനി ലേക്ക് ബൈക്കിൽ നദിന്നല്ല തടാകത്തിൽ നിന്ന് കയറാണ്. ഇവിടെ ഇതാണ് വണ്ടി. ഡ്രൈവർ ഏതാണ്? ഇതാണോ?
സ്ലിപ്പ് അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത്. ഇർക്കുസ്ക്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന ആ ഒരു വണ്ടിയില്ലേ, അത് തിരിച്ച് പോകുന്ന കാഴ്ച കേട്ടത് ഈ കാണുന്നത്. അതുപോലെ ഇവിടെ വേറെ 2 കൂടി കിടപ്പുണ്ട്. അപ്പോൾ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് ഒരു വണ്ടി മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, പക്ഷേ അത് നമുക്ക് പോകാൻ പറ്റിയില്ല, ഇത് ഫുള്ളായിപ്പോയി. ഇപ്പോൾ വന്നാൽ എല്ലാവരും ഇതിനകത്ത് കയറി. അപ്പോൾ ഡ്രൈവർ ഏട്ടൻ പറഞ്ഞു അടുത്ത വണ്ടിക്ക് വരാം, കുറേ പേര് അവിടെ നിന്ന് വരുന്നുണ്ട്, അപ്പോൾ ഇത് ഫുള്ളാണ്, അടുത്ത വണ്ടിക്കാണ് നിങ്ങൾ വന്നാൽ മതി എന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പുറകെ കിടക്കണ വണ്ടി നമ്മൾ വന്നപ്പോൾ തൊട്ട് ഇവിടെ കിടപ്പുണ്ട്. അതിനുശേഷം വന്ന കുറേ അവിടെ നിന്ന് വന്ന വണ്ടികളൊക്കെ, വണ്ടിയിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ അതിനകത്ത് കയറുന്നുണ്ട്, നമ്മൾ മാത്രം കയറ്റുന്നില്ല. എന്നിട്ട് ഫുള്ളായെന്നൊക്കെ എനിക്ക് മനസ്സിലാവണില്ല എന്താണ് ഇവർ പറയണതെന്ന്. നിൽക്കുന്ന വെയിറ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കണം. ഇനി വേറെ വണ്ടി വരുമോ എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഈ സാധനം നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വന്നു കേട്ടോ, നമ്മൾ അഡ്വാൻസ് ആയിട്ട് അവിടെ നിന്ന് പോന്നപ്പോഴേ ബുക്ക് ചെയ്തിട്ടാണ് വന്നേക്കണം. എന്നിട്ടും നമ്മുടെ അവസ്ഥ ഇതാണ്. അങ്ങനെ നമ്മൾ ആ കിടന്ന വണ്ടിയില്ലേ അതിൽ തന്നെ കയറി. ഞാൻ വീണ്ടും ചെന്ന് ചോദിച്ചു, ഞാൻ എനിക്ക് സ്ലിപ്പുണ്ട്, ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തതാണല്ലോ ചോദിച്ചപ്പോൾ കയറിക്കോളാൻ പറഞ്ഞു. കയറിയിരുന്നു, എന്താണ് സംഭവിക്കണമെന്ന് എനിക്കൊരു പിടികിട്ടില്ല. അങ്ങനെ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ 2:30 കഴിഞ്ഞിട്ടാ. അയ്യോ ഇതെന്താ, ഇവിടെ ആയിരുന്ന ഗേറ്റ്, അല്ല ഗേറ്റല്ല വാതിൽ. വീണ്ടും ആൾക്കാർ വരുന്നുണ്ട്, അപ്പോൾ അത് ഫുള്ളായിട്ട് പോകാനുള്ള സെറ്റപ്പാന്ന് തോന്നണം. നമുക്കിത് 1 മണിക്കാണ് ഇത് തന്നേക്കണം, പക്ഷെ ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞു. മിക്കവാറും ഒരു 3 മണി ആകുമ്പോൾ പോകുള്ളൂന്ന് തോന്നണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇർക്കുസ്ക് എത്തുമ്പോൾ രാത്രിയാവും. രാത്രി എന്ന് വെച്ചാൽ 4 മണിക്ക് സൂര്യൻ അസ്തമിക്കുമല്ലോ, പിന്നെ ഇരുട്ടായിരിക്കും. അപ്പോൾ സമയം 3 മണി. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തു. ഇനി ഇർക്കുസ്കിൽ എപ്പോഴാണ് എത്തണേന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ റൂട്ടൊക്കെ നമ്മൾ കണ്ടതാണ്, അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബയൻടൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തി. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയില്ലേ, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ കയറിയില്ല, അതേ സ്ഥലം, സെയിം സ്ഥലം. ഇവിടെ പല വെറൈറ്റി വിഭവങ്ങളൊക്കെ ഉണ്ട്. ചിക്കനുണ്ട്, ബീഫുണ്ട്, പോർക്കുണ്ട്, സ്നാക്സ് ഉണ്ട്. ഞാൻ ഇത്തിരി ചോറും ഒരു കറി പോലെ ഇരുന്ന് വെച്ചത് അത് അങ്ങ് എടുത്തു. അതിങ്ങനെ ഉന്തിക്കൊണ്ട് പോയാൽ മതി കേട്ടോ. വേണ്ട, ഇവിടെ എത്തുമ്പോൾ ബില്ല് കൊടുക്കണം. ഇത് അവിടെ ഇരിക്കണ കണ്ടിട്ട് അങ്ങ് എടുത്താൽ ഇത് നൂഡിൽസ് ആയിരുന്നല്ലേ. അയ്യോ സാധനം മാറിപ്പോയി. ബീഫുണ്ട്, ഞാൻ എന്തൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് എടുത്താണ്. കുഴപ്പമില്ല, ഇത് കൂട്ടി അടിക്കാം. സമയം 4:53 യെസ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോവാണ്. ഇതിന് റേറ്റ് ആയത് 2100 റൂബിളാണ് കേട്ടോ. ഞാനത് അപ്പ് ആൻഡ് ഡൗൺ ഇർക്കുസ്കിൽ തന്നെ ബുക്ക് ചെയ്തു. അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ പണിയാവും. പിന്നെ മറ്റേ ആ വണ്ടിക്കാരൻ പൈസ ഒന്നും മേടിച്ചില്ല കേട്ടോ. ആകെയുള്ളത് പിന്നെ ആ കടത്ത് കിടക്കാൻ വേണ്ടി മാത്രമേ പൈസ ആയുള്ളൂ. ഈ കാണുന്നതേ ഇലക്ട്രിക് കാറ് ചാർജ് ചെയ്യാനുള്ള സംവിധാനമാണ്, അതൊക്കെയുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ പുറകെ കാണുന്നതൊക്കെ ഈ ഭാഗത്തെ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു വില്ലേജാണ് കേട്ടോ. എന്തായാലും കൊള്ളാം. യെസ്, സമയമായി, എല്ലാവരും ആയി. അപ്പോൾ കയറട്ടെ. അപ്പോൾ ഇനി നേരെ ഇർക്കുസ്ക്. സമയം 6:30. നമ്മൾ ഇർക്കുസ്കിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് പുറപ്പെട്ടത്, അവിടെ തന്നെ നമ്മൾ വന്നിരിക്കുകയാണ്. വേണ്ടേ അവരുടെ ഓഫീസ്. ഇനി ഫുഡ് എന്തെങ്കിലും കഴിക്കട്ടെ. ടെമ്പറേച്ചർ -32 ഇപ്പം, നല്ല തണുപ്പുണ്ട്. ഇർക്കുസ്കിൽ ഹെവിയാണ് തണുപ്പ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വന്ന അതേ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം ഓർഡർ ചെയ്തു. ഓർഡർ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നു എടുത്തു തരുന്നു.
ഇത് ചോറാണ്. ഇത് ചിക്കൻ്റെ വയറാണെന്ന് പറഞ്ഞ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചപ്പോൾ പട്ടും കറിലാന്ന് തോന്നുന്നു. അതാണ് സംഭവം. പിന്നെ ഒരു ചായ പറഞ്ഞു. ചൂടുവെള്ളവും നാരങ്ങയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഐസായിട്ട് നാരങ്ങയും കുറച്ച് ചൂടുവെള്ളം പഞ്ചസാര ഇട്ടു. പിന്നെ അത് ഈ സാധനം കൂടി അവിടെ മേടിക്കാം. അപ്പോൾ കട്ടൻ ചായ അത്ര പരിപാടി എൻ്റെ ഇളക്കുക. ഇവിടെ ചായക്ക് ചായ എന്ന് തന്നെ എന്താ പറയണം. ചായ എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാവും. ഈ ചായക്ക് ചായ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ പഴയ ഹോസ്റ്റലിൽ പോകണം. അവിടെ എൻ്റെ ബാഗ് വെച്ചിട്ടുണ്ട്. കാരണം അവിടെ ബാഗ് വെച്ചിട്ടാണ് ഞാൻ ഓൾക്കോണ് പോയത്. ഇനി അവിടെ നിന്ന് ബാഗ് എടുത്തിട്ട് വേറൊരു ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോകണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ താമസിച്ച ഹോസ്റ്റൽ അത്ര പോരാ, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതൊരു പ്രൈം സ്പോട്ടാണ്. നമുക്ക് പോകാനും പല സ്ഥലത്തോട്ട് എത്താനൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. അത് നോക്കിയാണ് ആ ഹോസ്റ്റൽ തൽക്കാലം എടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് വേറെ പരിപാടിയില്ല. അപ്പോൾ നല്ലൊരു ഹോട്ടലിലോട്ട് പോകുന്നു, അവിടെ ചെക്ക് ഇൻ ചെയ്യുന്നു. അപ്പോൾ പെട്ടി ഇവിടുന്ന് എടുത്തിട്ട് ഒരു ടാക്സി വിളിക്കാം. അപ്പോൾ നമ്മൾ പെട്ടി എടുത്തു. ഇനി വണ്ടി കയറ്റി അപ്പോൾ ഇത് യാൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ആപ്പുണ്ട്. യാൻഡെക്സ് മാപ്പും ഉണ്ട്, യാൻഡെക്സ് ഗോയും ഉണ്ട്. അപ്പോൾ യാൻഡെക്സ് ഗോ ഉപയോഗിച്ചാൽ നമുക്കിതുപോലെ ഓൺലൈൻ ടാക്സി വിളിക്കാം. അപ്പോൾ ഞാൻ പെട്ടി അവിടെ നിന്ന് എടുത്ത് നമ്മൾ വേറൊരു ഹോട്ടലിലോട്ട് വന്നേക്കണം. അടുത്ത് തന്നെയാണ്. അപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഇനിയിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണം. നാളെയാണ് നമ്മുടെ ഫ്ലൈറ്റ്. നാളെ ഉച്ചയ്ക്ക് 3 മണിക്കാണ്. അപ്പോൾ ഹോട്ടലുകൾ ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചത് സെൻ ഹോട്ടൽസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. അത് നല്ല ആപ്പാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ആ ആപ്പ്. അത്യാവശ്യം എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അത് യൂസ് ചെയ്താൽ നമുക്ക് റഷ്യയിലെ ഹോട്ടലുകൾ, അതായത് ഹോസ്റ്റലുകൾ തൊട്ട് വലിയ 5 സ്റ്റാറോ അല്ലെങ്കിൽ 4 സ്റ്റാറോ ആ ഒരു ലെവൽ വരെയുള്ള എല്ലാ സംഭവവും ബുക്ക് ചെയ്യാൻ പറ്റും. അതായത് 1000 രൂപയുടെയും 10,000 അല്ലെങ്കിൽ 50,000-ൻ്റെയും ബുക്ക് ചെയ്യാൻ പറ്റും. അതായത് എല്ലാ സെറ്റപ്പും ഉണ്ടെന്ന് അർത്ഥം. എല്ലാ ടൈപ്പ് കാറ്റഗറി ഹോട്ടൽസും അതിനകത്തുണ്ട്. കൊള്ളാം, എനിക്ക് നല്ല സംഭവമായിട്ട് തോന്നി. അപ്പോൾ നാളെ നമ്മൾ ഫ്ലൈറ്റ് കയറി പോകാൻ പോകുന്നത് യാക്കൂട്സ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള നഗരം. -64 വന്ന ചരിത്രമൊക്കെ ഉണ്ട്. അതായത് ആവറേജ് ടെമ്പറേച്ചർ വിൻ്ററിൽ -40 ആയിരിക്കും. അതിൻ്റെ മുകളിലോട്ടൊക്കെ ആയിരിക്കും. അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ അല്ല, ഉച്ചയായി. ഇപ്പോൾ സമയം 1 മണി, 3 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇൻക്ലൂഡ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ റേറ്റ് വന്നത് 2200 രൂപയാണ് ഇന്ത്യൻ മണി. നമ്മൾ കഴിഞ്ഞ ദിവസം നിന്ന ഹോസ്റ്റലില്ല, അവിടെ 2800 ഇന്ത്യൻ മണിയായി. അത് ഭയങ്കര കുടിസും മുറിയും സൗകര്യങ്ങളൊക്കെ ഭയങ്കര കുറവും ഒന്നുമില്ല. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും സൗകര്യവും എല്ലാം ഉണ്ട്, നല്ല റൂമും. എന്തായാലും കൊള്ളാം. അപ്പോൾ ഞാനൊരു ടാക്സി വിളിച്ച് എയർപോർട്ടിൽ പോകാൻ യാൻഡെക്സ് വഴി ഇതേ വണ്ടി വന്നു. നേരെ എയർപോർട്ട്. അങ്ങനെ എയർപോർട്ടെത്തി. ഇതാണ് ഇർകുസ്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ തന്നെയാണ് നമ്മൾ വന്നിറങ്ങിയത്. ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് എയറാറോ എന്ന് പറയുന്നൊരു കമ്പനിയുടെ. പിന്നെ വേറെയും കമ്പനിയുണ്ട്, S7 എയർലൈൻസ്. ഇതിൻ്റെ ഇപ്പോൾ ഒരു കുറേ സംഭവങ്ങൾ നടന്നു. ഞാൻ ഇത് 2 ദിവസം മുമ്പാണ് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുമ്പോഴേ ഭയങ്കര പാടാണ്. കാരണം ഇവിടുത്തെ സൈറ്റുകൾ കിട്ടാനും പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലോ. സാങ്ഷനൊക്കെ ഉള്ളതുകൊണ്ടേ, യുദ്ധമൊക്കെ നടക്കല്ലേ. അപ്പം ഞാൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിയ സെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ്, അത് ഞാൻ വേറെ സ്ഥലത്തു നിന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് അവിയ സെയിൽസ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫ്ലൈറ്റുകൾ സെർച്ച് ചെയ്ത് നമുക്ക് കാണിക്കും, ഡീറ്റെയിൽസൊക്കെ കാണിക്കും. വേണമെങ്കിൽ അതുവഴി ബുക്ക് ചെയ്യാം. ഞാൻ കഴിഞ്ഞ തവണ ചൈനയിൽ നിന്ന് വന്നപ്പോൾ അതുവഴി എടുത്തിട്ട് ബുക്ക് ചെയ്തതാണ്. പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി വേറൊരു തേർഡ് പാർട്ടി സൈറ്റിലോട്ട് പോയിട്ടാണ് ബുക്കായത്. അതേ സൈറ്റ് വഴി തന്നെയാണ് ഞാൻ ഈ ഒരു ഫ്ലൈറ്റും ബുക്ക് ചെയ്തേക്കണം. അപ്പോൾ ഒരു പ്രശ്നം പറ്റിയത്, അതിനകത്ത് മിഡിൽ നെയിം ബുക്ക് ചെയ്യുന്ന സമയത്ത് മിഡിൽ നെയിം ചോദിച്ചു. എനിക്ക് മിഡിൽ നെയിം ഇല്ല, എനിക്ക് ആകെ 2 പേരേ ഉള്ളൂ, ഷെറിൻ, പോള്. അപ്പോൾ ഞാനത് കുത്തിട്ട് ഒഴിവാക്കാൻ നോക്കിയപ്പോൾ അത് എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നോ എന്ന് പറഞ്ഞു കൊടുത്ത്. ഈ ബുക്ക് ചെയ്ത് വന്നപ്പോൾ ഷെറിൻ നോ പോളെന്നായിപ്പോയി. അങ്ങനെ വന്നേക്കണ്. ഞാൻ എന്നിട്ട് ഈ തേർഡ് പാർട്ടി സൈറ്റ് ഞാൻ നോക്കിയപ്പോൾ ദുബായ് ബേസ്ഡ് സൈറ്റാണ്. അവരെ വിളിച്ച് നോക്കി, പക്ഷേ അവർ സ്വിച്ച് ഓഫ്, വാട്സാപ്പ് കോൺടാക്ട് ചെയ്യുന്നില്ല. ഇമെയിൽ അയച്ചപ്പോൾ റിപ്ലൈ വന്നു. അവർ പറഞ്ഞ് എയർലൈനായിട്ട് ബന്ധപ്പെടാൻ. അത് മൊത്തം ഭയങ്കര റിസ്ക്കാണ് ഈ തേർഡ് പാർട്ടി സൈറ്റ് വഴി ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് നോക്കാനായിട്ട് അവിയ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഉപയോഗിക്കുക. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും, റേറ്റൊക്കെ അറിയാൻ പറ്റും.
എന്നിട്ട് അവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോയിട്ട് ബുക്ക് ചെയ്യാം. ഇപ്പോൾ S7 എയർലൈൻ ആണെങ്കിൽ അവരുടെ സൈറ്റിൽ നമുക്ക് ലോഡാവുന്നുണ്ട്. പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, അതൊരു ഡൗട്ടാണ്. കാരണം മാസ്റ്റർ കാർഡ്, വിസ കാർഡൊന്നും പലപ്പോഴും എടുക്കാറില്ല. പക്ഷേ ഞാൻ ഈ ഐറേറോയിൽ നോക്കിയപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ഇംഗ്ലീഷൊക്കെ അവൈലബിൾ ആണ്. ഫോറിൻ കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ അത് പറ്റുമായിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ബുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ എന്നിട്ട് എയർലൈനൊക്കെ കഴിഞ്ഞ ദിവസം ഇരുന്ന് മെയിലൊക്കെ അയച്ചു, റിപ്ലൈ ഇല്ല. അവരൊരു നമ്പറുണ്ട് വാട്സപ്പ്, അത് രക്ഷയില്ല. അവസാനം വെബ്സൈറ്റിൽ തന്നെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഞാൻ അതിനകത്ത് ഡീറ്റെയിലൊക്കെ വെച്ചിട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് നെയിം ഇൻഫർമേഷൻ കറക്റ്റഡ് നിങ്ങളുടെ ഐറ്റ്നറി വീണ്ടും അയച്ചു തരുമെന്ന് പറഞ്ഞിട്ട് അത് ഭാഗ്യത്തിന് റെഡിയായി. പേരും പിന്നെ അവർ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് അടക്കം ഫുള്ള് തെറ്റിച്ചാണ് അടിച്ചു വെച്ചാൽ. അപ്പോൾ അത് ശരിയാക്കി കിട്ടി ഭാഗ്യം. ഇപ്പോൾ സമയം 1:30-3:15 നമ്മുടെ ഫ്ലൈറ്റ് എയറാറോ. ഇത് ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് കയറാം. ചുമക്കണ് -ഡിഗ്രിയിൽ അകത്തുപോയെന്ന് പറയാം. ഇവിടെ 3 ടെർമിനലുണ്ട്. ഏത് ടെർമിനലാണെന്ന് എനിക്കൊരു പിടി കിട്ടണില്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊന്നും മനസ്സിലാവണില്ല. ഇത് ടെർമിനൽ 1, ടെർമിനൽ 2 ഇത് തൊട്ടപ്പുറത്ത്, ടെർമിനൽ 3 അതിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഏത് ടെർമിനലാണെന്ന് പോയി അന്വേഷിക്കട്ടെ. ഞാൻ എന്താ പറയാൻ വന്നത്, ഞാനിപ്പോൾ പോകുന്നത് 6 മണിക്കൂറിൻ്റെ ഒരു ഫ്ലൈറ്റാണ്. ഇത് ഒരു സ്ഥലത്ത് ഇറക്കിയിട്ട് ഒരു ടെക്നിക്കൽ സ്റ്റോപ്പ് ഉണ്ട് 1 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് യാക്കുസ്കിലോട്ട് പോവുള്ളൂ. ശരിക്കും നിങ്ങൾക്കൊരു S7 എയർലൈൻ എന്ന് പറഞ്ഞിട്ടൊരു എയർലൈൻ ഉണ്ട്. അത് 3 മണിക്കൂർ കൊണ്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ഏതാണ്ട് റേറ്റ് 31,000 രൂപയാണ് കാണിച്ചത്. ഇതിപ്പോൾ ഞാൻ ബുക്ക് ചെയ്തേക്കണം 41,000 രൂപക്കാണ് കിട്ടിയേക്കണം. വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇന്നത്തെ ആ ഫ്ലൈറ്റ് ഫുള്ളായിപ്പോയി S7-ൻ്റെ. അതുണ്ടെങ്കിൽ ഡയറക്റ്റ് 3 മണിക്കൂർ കൊണ്ട് പോകാമായിരുന്നു. ഇതിപ്പോൾ 6 മണിക്കൂറിൻ്റെ ഒരു ഫ്ലൈറ്റാണ്. അതിനകത്ത് 1 മണിക്കൂർ സ്റ്റോപ്പുണ്ട്. ലേ ഓവറല്ല, ഫ്ലൈറ്റിൽ തന്നെ ഇരുന്നാൽ ടെക്നിക്കൽ സ്റ്റോപ്പ് എന്നാണ് എഴുതിയേക്കണം. നോക്കാം എന്തൊക്കെ സംഭവിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എയർലൈൻ്റെ കാര്യങ്ങൾ. ഇവിടെ വരുമ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ. ഹോട്ടലിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ഇർക്കുസ്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഞാനപ്പോൾ പയ്യെ കയറട്ടെ. ഡിപ്പാർച്ചർ പറയൂലൊക്കെ ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. ഞാനേ പാടുപെട്ട് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ സ്കാനൊക്കെ ചെയ്യണം. ബാഗ് സ്കാൻ ചെയ്യണം, നമ്മുടെ മൊബൈൽ, ക്യാമറ എല്ലാം ട്രെയിലിട്ട് സ്കാൻ ചെയ്ത് അകത്ത് കയറിയപ്പോഴാണ് നോക്കുമ്പോൾ അവിടെ നിന്നല്ല ഫ്ലൈറ്റ്. ഞാനവിടെ ഒരു ഇൻഫർമേഷൻ കൗണ്ടർ ഉണ്ടായി. അവിടെ ചോദിച്ചപ്പോൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു ഈ ബിൽഡിംഗ് അല്ല, ഇവിടുന്ന് പുറത്ത് പോയിട്ട് അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോകാൻ. അപ്പോഴും ഏത് ടെർമിനലാന്ന് പറയുന്നില്ല, എനിക്ക് മനസ്സിലാവണില്ല. ഈ കാണുന്നത് ഒരു ടെർമിനൽ, ഇത് ടെർമിനൽ 2 ഇതാണെന്ന് തോന്നുന്നു. അപ്പുറത്തെ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കുമല്ലോ, പോയി നോക്കാം. അങ്ങനെ ആ തൊട്ട് അപ്പുറത്ത് കണ്ട ബിൽഡിംഗ് ഇല്ലേ, അത് തന്നെയായിരുന്നു. നേരെ സെക്യൂരിറ്റി ചെക്ക്, അതിനുശേഷം ചെക്കിങ് കൗണ്ടർ കണ്ടുപിടിക്കാൻ കുറേ സമയമെടുത്ത്. ഏതാണെന്ന് മനസ്സിലാവണില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്നിട്ട് അവസാനം കണ്ടുപിടിച്ച്. ചെക്കിങ് കൗണ്ടറിൻ്റെ അവിടെ ചെന്നപ്പോഴേ കുറേ നേരം ആരൊക്കെയോട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കണം. എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു. ഒരു 10 മിനിറ്റ് അവിടെ കുത്തിയിരുന്നു. അവരുടെ ലഗേജിൻ്റെ പ്രശ്നം അങ്ങനെ എന്തൊക്കെയോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോൾ ആ കൗണ്ടറിൽ എന്ന് വെച്ചാൽ പെണ്ണ് ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം. എന്തിനാ വന്നതെന്നുള്ള രീതിയിൽ ചോദിക്കണം എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു യാക്കുസ്ക് ദേ പാസ്പോർട്ട് ബോഡി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. പെണ്ണ് റഷ്യൻ ഭാഷയെല്ലാം സംസാരിക്കണം. ഞാനായിട്ട് പാസ്പോർട്ട് പെട്ട് ഭയങ്കര കലിപ്പ്. പാസ്പോർട്ട് കൊടുത്തു, ബാഗേജിൻ്റെ ടാഗ് കൊടുത്ത് ബാഗ് കയറ്റി വിട്ടു. എന്നിട്ട് ബോർഡിംഗ് പാസ് വന്നത്, ബോർഡിംഗ് പാസ് കിട്ടി. എന്നിട്ട് എൻ്റെ ബാഗ് അങ്ങ് പോയില്ലേ, ഈ പെണ്ണിങ്ങനെ തള്ളി മറച്ച് ഭയങ്കര ദേഷ്യത്തിലൊക്കെ മറിച്ച് അങ്ങോട്ട് ഇട്ടു. എനിക്കങ്ങനെ ദേഷ്യം വന്നു. പിന്നെ ഒന്നും പറയാനൊന്നുമില്ലല്ലോ. അങ്ങനെ കയറി വന്നിട്ടുണ്ട്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിൽ ജാക്കറ്റൊക്കെ മൊത്തം ഊരിച്ച് ബെൽറ്റ് ഊരണം, അതൊക്കെ നോർമലി ഉള്ള പോലെ തന്നെ. പിന്നെ എൻ്റെ ബാഗിൽ എപ്പോഴും കുറേ ഇലക്ട്രോണിക്സ് ഉള്ളതുകൊണ്ട് അതൊക്കെ തുറന്ന് കാണിക്കേണ്ടി വരും. അങ്ങനെ വന്നിട്ട് ഗേറ്റിൽ ഇരിക്കുന്നു. ഗേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റിലോട്ടുള്ള ആൾക്കാരാണ് കയറിക്കൊണ്ടിരിക്കണം. എനിക്ക് 12B ആണ് സീറ്റ് കിട്ടിയത്. നടുക്കായിപ്പോയി. അയ്യോ അത് പറയാനും പറ്റില്ല. അതല്ല ഫസ്റ്റ് പെണ്ണാണ് അവിടെ ഇരുന്നേച്ചാൽ. എന്നാൽ അപ്പോൾ കയറട്ടെ. അപ്പോൾ അതേ സംഭവം റെഡിയായി. ഇപ്പോൾ പോകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞില്ല, അത് നമ്മുടെ ഫ്ലൈറ്റ് അല്ലായിരുന്നു, അത് വേറെ ആയിരുന്നു. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതല്ല, അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സമയം എത്രയാണെന്നറിയാം, 3 മണി. നമ്മുടെ ഫ്ലൈറ്റ് 3 മണിക്കാണ്. ഇത് കണ്ടോ, ബോർഡിംഗ് പാസിൽ 2:40 എഴുതിയിരിക്കുന്നു. ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നത് 2:25. പക്ഷേ ഇപ്പോഴും ഫ്ലൈറ്റൊന്നും വന്നിട്ടില്ല. ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ ചെന്നിട്ടേ അവിടെ ചെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണം ഡിലേ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഡിലേ ആണെന്നുള്ള ഇൻഫർമേഷനൊന്നും നമുക്ക് കിട്ടിയില്ല. സമയം 3:15. നമ്മുടെ ചെക്കിൻ ആരംഭിച്ചു, ബോർഡിങ് ആരംഭിച്ചു, ചെക്കിനല്ല.
അപ്പോൾ അവിടെ സ്കാൻ ചെയ്ത് നമ്മളിതേ താഴത്തോട്ട് ഇറങ്ങാണ്. ഇതാണ് പോകുന്ന വഴിയൊക്കെ. ബസ്സിലാണ് പോകണം. അയ്യോ തണുപ്പ്, അയ്യോ ഞാൻ ഗ്ലൗസ് ഇട്ടില്ല, അയ്യോ പെട്ടെന്ന് ഒന്ന് കയറട്ടെ. ഞാൻ ആ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ബസ്സിലോട്ട് കയറുന്ന സീൻ കണ്ടില്ലേ നിങ്ങൾ? അത് കഴിഞ്ഞിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ഫ്ലൈറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോവായിരുന്നു. ഫ്ലൈറ്റിലോട്ട് എടുത്ത് കാല് വെച്ചപ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ വട്ടം വെച്ച് എന്നിട്ട് പറഞ്ഞ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. വീഡിയോ എന്നല്ല, ഫോട്ടോ ക്ലിയർ എന്ന് പറഞ്ഞു. വേറെ അല്ല, പൈലറ്റ്. വലിയ സീനൊന്നുമില്ല. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ എൻ്റെ ക്ലിപ്പ് ഒറ്റ ക്ലിപ്പായിരുന്നു. അതുകൊണ്ട് അത് മൊത്തത്തിൽ അങ്ങനെ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അവർക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ടെങ്കിൽ വേണ്ട, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് അവിടെ നിന്ന് പുറപ്പെട്ടത് ഇർക്കുസ്കിൽ നിന്ന് എടുത്തത് ഏതാണ്ട് 4 മണിയോടെ കൂടിയുണ്ട്. വൈകിയാണ്, ഡിലേ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഫ്ലൈറ്റിൽ കയറി. ഒരു കുഞ്ഞ് ഫ്ലൈറ്റ് ഉണ്ട്, നമ്മൾ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നില്ലേ, സെയിം അതേപോലെ തന്നെ ഫ്ലൈറ്റായിരുന്നു. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മൊത്തം ഒരു പകുതിയോളം എന്തൊക്കെയോ ലഗേജൊക്കെ വെച്ച് ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചൊക്കെയാണ്. പകുതി ആൾക്കാരേ ഉള്ളൂ. പക്ഷേ എനിക്ക് കിട്ടിയ സീറ്റിൽ നിന്നൊക്കെ മാറ്റി എന്നെ വേറെ സ്ഥലത്ത് കൊണ്ട് ഇരുത്തി ഒരു വ്യൂ പോലും കാണാൻ പറ്റാത്ത രീതിയിലാക്കി. പുറത്തോട്ടുള്ള വ്യൂ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഭയങ്കര മെനയേട്ട ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ സൗണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു. ബോട്ട് പോകുന്ന പോലത്തെ സൗണ്ട്. കുഞ്ഞ് ഫ്ലൈറ്റ് അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്നൊരു 3.5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് എന്താണ് ഒലക്കയിലെല്ലാം എന്താണ് ഒലക്ക് മിൻസ്ക് എന്ന് പറയുന്നൊരു സ്ഥലത്ത് വന്ന് ലാൻഡ് ചെയ്തു. അവിടെ ഒരു ടെക്നിക്കൽ സ്റ്റോപ്പ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഏതാണ്ട് 1 മണിക്കൂർ. അവിടെ 8:15 എത്തിയത്. 8:15 എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ വ്യത്യാസമുണ്ട് കേട്ടോ. ഇർക്കുസ്കും യാക്കുസ്കും തമ്മിൽ 1 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ UAE ഒക്കെ ആണെങ്കിൽ വ്യത്യാസം 5 മണിക്കൂറാണ്. മോസ്കോ ആയിട്ട് 6 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. ഇന്ത്യയായിട്ട് 3.5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് ഇവിടെ. അപ്പം അങ്ങനെ കുറേ പ്രത്യേകതയൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. അങ്ങനെ അവിടെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോകണം. കുഞ്ഞ് എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോയി വീണ്ടും ചെറിയൊരു സെക്യൂരിറ്റി ചെക്ക്. അവിടെ ഒരു 1/2 മണിക്കൂർ എടുത്തോളൂ. 8:45 ഒക്കെ ആകുമ്പോഴേക്കും പിന്നെയും ഫ്ലൈറ്റിലോട്ട് കയറി വീണ്ടും അവിടെ നിന്ന് പറന്ന് ഉയർന്ന് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് യാക്കുസ്കിലാണ്. ഏതാണ്ട് 1.5 മണിക്കൂർ ഫ്ലൈ ചെയ്തു. ഇപ്പോൾ സമയം 10:40, 10:30 ഇപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ ലോകത്തിലെ ഏറ്റവും തണുത്ത സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു യാക്കുസ്ക്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നേ. ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൽ ഒരു 3 പട്ടാളക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കയറിയ പാടെ എന്നെ കുറേ നോക്കുന്നുണ്ടായിരുന്നു, കോമഡി ആയിട്ടൊക്കെ. എന്നെ കാണുമ്പോൾ ചിലർക്ക് ഭയങ്കര ചിരിയാണ്. എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യക്കാരെ കണ്ടിട്ടാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇന്ത്യ എന്നാണോ അല്ലെങ്കിൽ സിറിയ എന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കളിയാക്കുന്ന രീതിയിൽ എന്നോട് ചോദിക്കണം. അപ്പോൾ അവരൊക്കെ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് ചിലവർ നല്ലതാണ്, മിക്സഡാണ്. എന്ന് വെച്ചാൽ ചിലവർ ഒരുമാതിരി നമ്മളെ കാണുമ്പോൾ ഭയങ്കര പുച്ഛഭാവം ഉണ്ട്. ഇന്ത്യക്കാരെ കാണുമ്പോൾ ഒരു സെറ്റപ്പ് ഉള്ള പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മളിവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. പുള്ളിക്കാരി ടാക്സി നമുക്ക് വിളിച്ച് തന്നു. ഇവിടെ മറ്റേ യാൻഡെക്സ് ഇല്ല. ഇവിടെ ഇൻഡീഡ് എന്താണ് പേര്, ഇൻഡീവ്. ഞാൻ കറക്റ്റ് ഇട്ടുതരാം അടുത്ത എപ്പിസോഡിൽ പറയാനെക്കുറിച്ചൊക്കെ. അപ്പോൾ അതുവഴി പുള്ളിക്കാരി എനിക്ക് ടാക്സി വിളിച്ച് തന്നു. ഇപ്പോൾ വണ്ടി വരും. യെസ് വന്നു. അപ്പോൾ ഞങ്ങൾ പോട്ടെ. അപ്പോൾ ഇതാണ്ടാ യാക്കുസ്ക് എയർപോർട്ട്. വേണ്ട, അങ്ങനെ നമ്മൾ യാക്കുസ്ക് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ ടാക്സി താഴ്ത്ത് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ നമ്മൾ യാക്കുസ്കിൽ താമസിക്കുന്നത് നമ്മുടെ ചേച്ചിയുടെ ഒപ്പമാണ്. ഇത് ടാന്യ, ഈ ഒരു യാക്കുസ്ക് സ്വദേശിയാണ്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ചേച്ചിയുടെ ഫാമിലി ആയിട്ട് നിൽക്കുന്നു. 3 ചിൽഡ്രൻ 4 ചിൽഡ്രൻ. 4 കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്.
അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കുകയാണ്. ഹലോ ഹായ്. Namaste, привет. ഓക്കെ, പ്രിവേറ്റ് എന്ന് പറഞ്ഞാൽ പ്രിവേറ്റ് മീൻസ് Привет, ഹായ്, hello. ഹലോ. പ്രിവേറ്റ് അത് റഷ്യൻ ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് റഷ്യൻ സാലഡാണ് കേട്ടോ. അതുപോലെ ഇത് റെഡ് കറൻറ്റ് Jam. റെഡ് കറൻറ്റ് വെച്ച് ഉണ്ടാക്കിയ ജാം ഇത് ചേച്ചി തന്നെ ഉണ്ടാക്കിയാണ്. പിന്നെ ചായ ഇത് ചിക്കനും പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ടൊരു സംഭവം. യെസ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ യാക്കൂസ്കിലെ കാഴ്ചകളൊക്കെ കാണുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ചേച്ചിയും കൂടിയാണ്. നമുക്കിവിടെ താമസ സൗകര്യം തന്നു. ഓക്കെ, താങ്ക് യു. സ്പാസിബോ അതാണ് റഷ്യൻ ലാംഗ്വേജിൽ താങ്ക് യു. Якутия Махтау. മഹ്താവ്. Да. ഓക്കെ, മഹ്താവ്. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടുത്തെ കിടിലൻ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.